നമസ്കാരം. പ്രധാന വാർത്തകൾ. അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി എഡിജിപി. അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി എഡിജിപി അജിത് കുമാർ. മലപ്പുറത്തെ കൂട്ടസ്ഥലമാറ്റത്തിന് പിന്നാലെയാണ് എഡിജിപിയുടെ നീക്കം. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് അജിത് കുമാറിന് അവധി അനുവദിച്ചിരിക്കുന്നത്. PV അൻവർ ആരോപണമുന്നയിച്ച മലപ്പുറം SP ഉൾപ്പെടെ മലപ്പുറത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഇന്നലെ രാത്രി സ്ഥലം മാറ്റിയിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആളുടെ ജീർണിച്ച മൃതദേഹം വീടിനുള്ളിൽ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുടെ ജീർണിച്ച മൃതദേഹം വീട്ടിൽ കണ്ടെത്തി. ചൂണ്ടിക്കൽ റോഡരികത്ത് വീട്ടിൽ സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 56 വയസ്സായിരുന്നു. ഭാര്യയുമായി പിണങ്ങി വർഷങ്ങളായി ഇയാൾ ചൂണ്ടിക്കലിലെ ഒറ്റമുറിയുള്ള വീട്ടിൽ താമസിച്ചു വരികയാണ്. സുരേഷിന്റെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ തുടർന്നുള്ള സമീപവാസികളുടെ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. വെള്ളറട പോലീസ് എത്തി സമീപത്തുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു. ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വീടിന് മുന്നിൽ വെച്ച് സുരേഷിനെ ബൈക്കിടിക്കുന്നതും പിന്നീട് ഇയാളെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള അവ്യക്തമായ ക്യാമറ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ബൈക്കിനെ കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. മൃതദേഹം ബുധനാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും. LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തി നിലനിൽക്കെ LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് 3 മണിക്ക് AKG സെന്ററിലാണ് യോഗം. അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിലാണ് CPIയും RJDയും. മലപ്പുറത്ത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കണക്കിലെടുത്ത് ജില്ലയിലെ SPയെയും DYSPമാരെയും സ്ഥലം മാറ്റിയിരുന്നു. ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചേക്കും. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന്. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനായി 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ഹോട്ടൽ ഹയാത്ത് റീജൻസിൽ രാവിലെ 10 ആരംഭിക്കുന്ന ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. തോണി മറിഞ്ഞ് അപകടം. ചാലിയാറിൽ കാണാതായ ആളിന് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ചാലിയാർ പുഴയിൽ തോണി മറിഞ്ഞ് കാണാതായ ആളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു. ചാലിയാർ പുഴയിൽ കൊളത്തറ മാട്ടുമ്മലിന് സമീപമാണ് സംഭവം. 5 പേരായിരുന്നു തോണിയിൽ ഉണ്ടായിരുന്നത്. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. ഒരാളെ കാണാതാവുകയായിരുന്നു. സ്കൂബ ടീം രാത്രി 12 മണിവരെ തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ഇന്നും തിരച്ചിൽ തുടരും.